ശ്രീ എം.എസ്. അരുൺകുമാർ. സർ, UGCയുടെ മാർഗനിർദ്ദേശങ്ങൾ VC അധ്യാപക നിയമനങ്ങളിലെ ക്വാളിഫിക്കേഷനിൽ വെള്ളം ചേർക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരത്തെ ബാധിക്കുമെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഒപ്പം നോട്ടബിൾ കോൺട്രിബ്യൂഷൻ എന്ന പേരിൽ അവ്യക്തമായ നിബന്ധനകൾ ക്വാളിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയെ ബാധിക്കുമെന്ന് കരുതുന്നു? മിനിസ്റ്റർ. തീർച്ചയായും വൈസ് ചാൻസലർ പദവി ഉൾപ്പെടെ അക്കാദമികമായിട്ടുള്ള ഗുണമേന്മയ്ക്ക് വളരെയധികം മുൻതൂക്കം നൽകുന്ന ഒരു പദവിയിൽ അക്കാദമിക ക്വാളിഫിക്കേഷൻസ് അനിവാര്യമല്ല എന്ന നിലയിലും ഏതെങ്കിലും ഒരു മേഖലയിലെ 10 വർഷക്കാലത്തെ മാത്രം പ്രവൃത്തി പരിചയം മാത്രം മതി എന്ന നിലയിലുമുള്ള വ്യാഖ്യാനങ്ങൾ തീർച്ചയായും ഉന്നതമായിട്ടുള്ള അക്കാദമിക് പദവിയുടെ ആ ഗുണനിലവാരം തളർത്തിക്കളയും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏതെങ്കിലും ഒരു മേഖല എന്ന് പറയുമ്പോൾ അത് ഏത് മേഖലയാണ്, ഏതളവിലുള്ള പ്രായോഗിക പരിചയമാണ് എന്നൊന്നും വ്യക്തമായി നിർവചിക്കാതെ ഏതെങ്കിലും ഒരു മേഖലയിലെ നോട്ടബിൾ കോൺട്രിബ്യൂഷൻ എന്ന നിലയിലൊക്കെ കാര്യങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ആരാണ് ഈ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ അവരോധിക്കപ്പെടുക എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വലിയ ഉത്കണ്ഠ ഒരു ജനാധിപത്യ സമൂഹത്തിന് ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്.